പൈലറ്റ് സ്മിത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്തുള്ള കുറുമാലി എന്ന സ്ഥലത്ത് തൃപ്തി ഫ്ലോർ മില്ലിലാണ്. തൃപ്തി ഫ്ലോർ മില്ല് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ പ്രദേശവാസികളെല്ലാവരും അവരുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായിട്ട് അവർ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് തൃപ്തി ഫ്ലോർ മില്ല്. തൃപ്തി ഫ്ലോർ മില്ലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമകാലീനമായ ഗ്രീൻ എനർജിയിലേക്ക്, ഹരിത ഊർജത്തിലേക്ക് മാറുന്ന മിഷനറികൾ അവരുപയോഗിച്ച് തുടങ്ങി. പൈലറ്റ് സ്മിത്തിനോടൊപ്പം തന്നെ അവരും സഞ്ചരിക്കുകയാണ്. തൃപ്തി ഫ്ലോർ മില്ലിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒപ്പം തൃപ്തി ഫ്ലോർ മില്ല് നടത്തുന്നത് ലിസി ചേച്ചിയാണ്. ലിസി ചേച്ചിയോട് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫ്ലോർ മില്ലിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ളതാണ് വാട്ടർ റോസ്റ്റർ, ഇലക്ട്രിക് വാട്ടർ റോസ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ തൃപ്തി ഫ്ലോർ മില്ലിൽ നമ്മളുടെ ഇലക്ട്രിക്കൽ വാട്ടർ റോസ്റ്ററിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്ലോർ മില്ല് അതിഗംഭീരമായിട്ട് ഏറ്റവും ഭംഗിയായി നടത്തുന്നത് നമ്മുടെ ലിസി ചേച്ചിയാണ്. ലിസി ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് വാട്ടർ റോസ്റ്ററിൻ്റെ പ്രവർത്തനവും അത് എത്രമാത്രം കൂടുതൽ ലാഭകരമാണ് അത് ഉപയോഗിക്കുമ്പോൾ എന്നതും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ നമുക്ക് ലിസി ചേച്ചിയോട് ചോദിക്കാം. ലിസി ചേച്ചി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. പൈലറ്റ് സ്മിത്തിൻ്റെ വളരെ വിലപ്പെട്ട കസ്റ്റമറായ തൃപ്തി ഫ്ലോർ മില്ലിൻ്റെ ഉടമയായ ലിസി ചേച്ചിയെ ഈ വീഡിയോയിലേക്ക് ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തു. ലിസി ചേച്ചി, ഇത്രയും നാളത്തെ വാട്ടർ റോസ്റ്ററായിട്ടുള്ള ചേച്ചിയുടെ പ്രവർത്തനം, അതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഇതൊരു 15 കിലോ വരെ റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ്റ്ററാണ്. ഇത് ഇലക്ട്രിക്കിലാണ് ഇത് വർക്ക് ചെയ്യണത്. കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടേണ്ടത്. അത് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് അത് റോസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് ഇതിലിപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാലും പൊടി കരിയേ അങ്ങനെയൊന്നുമില്ല, അതങ്ങനെ തന്നെ കിടന്നോളും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് ജസ്റ്റ് വേറെ എവിടേക്കെങ്കിലും ഒന്ന് നീങ്ങണമെങ്കിലും ഒരു പ്രശ്നമില്ല. ഇതിൽ പൊടി കിടന്നാലും അത് കരിഞ്ഞു പോകുന്നുള്ളൊരു പേടി വേണ്ട. പൊടിക്ക് നല്ല കളറാണ് ഇതിൽ പൊടിച്ച് കഴിഞ്ഞാൽ. നമ്മളിത് എന്തായാലും ഇത് കരിയില്ല ഇതിൽ കിടന്ന്, അതുകൊണ്ട് അതിന് നല്ലൊരു കളറുണ്ട്. എപ്പോഴും അത് നിലനിൽക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റ് റോസ്റ്ററുകളെ അപേക്ഷിച്ച് ഇതിന് ചിലവ് കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ലിസി ചേച്ചിയുമായിട്ടുള്ള സംസാരത്തിൽ ഈ ഇലക്ട്രിക് വാട്ടർ റോസ്റ്ററിൻ്റെ പ്രവർത്തനക്ഷമത, അതുപോലെ തന്നെ ഇന്ധന ചെലവിലുള്ള ലാഭം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായി. തൃപ്തി ഫ്ലോർ മില്ലിൽ ഇത്രയും നേരം ചെലവഴിച്ചപ്പോൾ പ്രധാനമായും ഇവിടെയുള്ള പ്രദേശവാസികളുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പൊടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലിസി ചേച്ചി പറഞ്ഞത് വളരെ ബൾക്കായിട്ട് ഒരു ദിവസം ഒരു പക്ഷേ 200 കിലോ 250 കിലോ വരുന്ന ബൾക്കായിട്ടുള്ള ഓർഡറുകളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതും വളരെ വിജയകരമായിട്ട് തൃപ്തിയിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ലിസി ചേച്ചിയുടെ വലിയൊരു സംതൃപ്തി. തീർച്ചയായും പൈലറ്റ് സ്മിത്തിനും അഭിമാനം നിറഞ്ഞൊരു നിമിഷമാണത്. കാരണം പൈലറ്റ് സ്മിത്തിൻ്റെ പുതിയ കാല മിഷനറികൾ ഉപയോഗിച്ചുകൊണ്ട്, കാലത്തിനനുസൃതമായി മാറുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന തൃപ്തി ഫ്ലോർ മില്ല് കൂടുതൽ വിജയങ്ങളിലേക്ക്, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് അവരെത്തുന്നുണ്ട്. കഴിഞ്ഞു പോയ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായത് പൈലറ്റ് സ്മിത്തിൻ്റെ വളരെ വിലപ്പെട്ട കസ്റ്റമറാണ് തൃപ്തി ഫ്ലോർ മില്ല്. തീർച്ചയായും ഈ ഒരു പകൽ തൃപ്തി ഫ്ലോർ മില്ലിൽ ചെലവഴിക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും തൃപ്തി ഫ്ലോർ മില്ലിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒപ്പം വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഇതിനെ കീപ്പ് ചെയ്തിട്ടുള്ള, ഇതിനെ സൂക്ഷിച്ചിട്ടുള്ള ലിസി ചേച്ചിക്ക് പൈലറ്റ് സ്മിത്തിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. എക്കാലത്തും പൈലറ്റ് സ്മിത്ത് നിങ്ങളോടൊപ്പം, നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങളുണ്ടായിരിക്കും. ലിസി ചേച്ചിയോടും തൃപ്തി ഫ്ലോർ മില്ലിനോടും ഞങ്ങൾ നന്ദി പറഞ്ഞു.